ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് ചെറിയ ഒരു രഹസ്യം, ഒരു ദൈവിക രഹസ്യം നിങ്ങളോട് ഞാൻ പറയാം. ശ്രദ്ധിച്ചോ. ഇങ്ങനെയാണ്, നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ്, ദൈവത്തിൻ്റെ ഛായയിലാണ്. എന്ന് വെച്ചാൽ ദൈവത്തെ പോലെയാണ്, മഹത്വത്തിനകത്താണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ നമ്മൾ പാപം ചെയ്തു, നമ്മളിൽ നിന്ന് ആ ദൈവിക മഹത്വം മാറ്റപ്പെട്ടു. ദൈവം മാറ്റിയതല്ല, നമ്മളായിട്ട് മാറ്റിയതുമല്ല. നമ്മൾ ഈ മഹത്വത്തിൽ ജീവിക്കരുതെന്ന് ദുഷ്ടൻ ആഗ്രഹിച്ചതുകൊണ്ട് അവൻ നമ്മളെ ചതിച്ചു, വഞ്ചിച്ചു. നമ്മളിൽ നിന്ന് ദൈവിക മഹത്വം മാറ്റപ്പെട്ടു. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു. ഈ മഹത്വം നമ്മളിൽ നിന്ന് വിട്ടുപോയി. നമ്മൾ പിന്നെ സാധാരണ ജഡിക മനുഷ്യരെ പോലെ ജീവിക്കാൻ തുടങ്ങി. നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഈ ദൈവിക മഹത്വം, പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരികെ നേടിത്തരാനായിട്ട് ദൈവം, മഹത്വത്തിന്റെ ഉടമസ്ഥനായവൻ, മഹത്വത്തിനകത്ത് ജീവിച്ചിരുന്ന ദൈവം തൻ്റെ മഹത്വത്തിന്റെ വസ്ത്രം ഊരുമാറ്റി നമ്മുടെ ജഡിക മനുഷ്യനെ പോലെ, ജഡത്തിൽ മനുഷ്യനെ പോലെ അവൻ ഇറങ്ങി വന്നു. എന്തിനാണെന്നറിയാവോ? നമ്മൾക്ക് വേണ്ടിയിട്ട് പാപപരിഹാരം ചെയ്ത് നമ്മെ വീണ്ടും നമ്മളായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ തേജസ്സിന്റെ, ആ ദൈവമഹത്വത്തിന്റെ വസ്ത്രം നമ്മളെ തിരികെ ധരിപ്പിക്കാനായിട്ട്. സത്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രധാന അസൈൻമെന്റ് ഇതായിരുന്നു. നമ്മൾ പാപം ചെയ്ത് നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ, കൈമോശം വന്ന ആ ദൈവിക മഹത്വത്തിന്റെ വസ്ത്രം തിരികെ നമ്മളെ ക്ലോത്തിയിപ്പിക്കുക. കർത്താവ് ഇത്ര ആഗ്രഹിച്ചുള്ളൂ, ദൈവം അത് ചെയ്തു. നീ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നിന്നിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ ആ മഹത്വം നിന്റെ മേൽ തിരികെ ദൈവം തരും. ആ മഹത്വം കൊണ്ട് നിന്നെ പുതയ്ക്കാൻ തുടങ്ങും. പിന്നെ ദൈവിക സാദൃശ്യത്തിലേക്ക് ആ നിമിഷം മുതൽ നിന്ന് രൂപാന്തരപ്പെട്ടു തുടങ്ങും. കർത്താവിന്റെ കാര്യം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ.